5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. 2019 ആഗസ്റ്റ് 15-ന് രാഷ്ട്രത്തിന്റെ പ്രധാനമന്ത്രി ഡൽഹിയിൽ വെച്ചൊരു പ്രസ്താവന നടത്തി. അടുത്ത 5 വർഷക്കാലം കൊണ്ട്, അതായത് കഴിഞ്ഞുപോയ 5 വർഷക്കാലം കൊണ്ട് 2024 കൊണ്ട് ഇന്ത്യയിലെ എല്ലാ കുടുംബങ്ങൾക്കും 2 ടാപ്പ് വീതമുള്ള പൈപ്പ് ലൈൻ കൊടുത്ത് 2 ടാപ്പിൽ നിന്ന് വെള്ളമെടുക്കാനുള്ള പൈപ്പ് ലൈൻ കൊടുത്തുകൊണ്ട് എല്ലാ വീടുകൾക്കും ജൽ ജീവൻ മിഷൻ എന്ന പേരിൽ കുടിവെള്ളം എത്തിക്കുമെന്ന്. സ്വതന്ത്ര ഭാരതത്തിൽ 30% മാത്രമായിരുന്നു കുടിവെള്ളം കിട്ടിയിരുന്നതെങ്കിൽ അത് 100%ലേക്കും എല്ലാവർക്കും ടാപ്പിലൂടെ കുടിവെള്ളം കൊടുക്കുമെന്നുള്ളൊരു പ്രസ്താവന നടത്തിയിരുന്നു. അതിനെ തുടർന്ന് കോടാനുകോടി രൂപയുടെ പദ്ധതികളാണ് ഏകദേശം എല്ലാ സംസ്ഥാനങ്ങളിലും വിഭാവനം ചെയ്തത്. കേരളത്തിൽ തന്നെ ഏകദേശം 56,000 കോടി രൂപയുടെ പദ്ധതികളാണ് വിഭാവനം ചെയ്തത്. 2024 മാർച്ചിനകം കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് നീട്ടി പറ്റിയത് കൊണ്ട് പല സ്റ്റേറ്റുകളിൽ നടന്നില്ല. എന്നാൽ പല സ്റ്റേറ്റുകളിൽ ഇത് കൊടുക്കുകയും ചെയ്തു. ഒരുപാട് സ്റ്റേറ്റുകളിൽ മുമ്പോട്ട് പോവുകയും ചെയ്തു. അപ്പോൾ കൊടുക്കാത്ത സ്റ്റേറ്റുകൾക്ക് കൂടി സമ്പൂർണ്ണമാക്കുന്നതിന് വേണ്ടി 2028 വരെ ഈ പദ്ധതി നീട്ടിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇനി 3 വർഷം കൂടി ഈ പദ്ധതിയുടെ കാലയളവുണ്ട്. ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം ഇന്നത്തെ പത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഏകദേശം 4,874 കോടി രൂപ കരാറുകാർക്ക് കൊടുക്കുവാനുണ്ട്. ഇത് കരാർ വ്യവസ്ഥയിൽ ചെയ്യുമ്പോൾ അതിൻ്റെ ജലജീവ മിഷന്റെ നിയമങ്ങൾ ഒരുപാട് ലംഘിച്ചിട്ടുണ്ടെന്നുള്ളത് വേറൊരു വിഷയം. അത് മറ്റൊരു വീഡിയോ ചെയ്യാൻ നല്ലൊരു സബ്ജക്റ്റ് ഉണ്ട്. ജലജീവ മിഷൻ എന്ന് പറയുന്നത് വാട്ടർ അതോറിറ്റിയുടെ ശരാശരി നേരത്തെ വെള്ളം കൊടുക്കുന്ന രീതിയിലുള്ള പദ്ധതി അല്ല, വേറെ വ്യത്യസ്തമായൊരു പദ്ധതിയാണ്, ഒരു ജനകീയ പദ്ധതിയാണ്. ഇത്രയും സാമ്പത്തിക പ്രതിസന്ധി വരില്ലായിരുന്നു ആ രീതിയിൽ നടപ്പിലാക്കിയിരുന്നെങ്കിൽ. 10% മൂലധന പൈസ ജനങ്ങളിൽ നിന്ന് എടുക്കണം, ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് എടുക്കണം, അത് കഴിഞ്ഞതിൻ്റെ O&M ജനങ്ങളെ കൊണ്ട് ചെയ്യിക്കണം, കമ്മിറ്റി പഞ്ചായത്ത് തലത്തിൽ വില്ലേജ് വാട്ടർ ആൻഡ് സാനിറ്റേഷൻ കമ്മിറ്റി കൊണ്ടുവരണം, പിന്നെ ഗ്രാമപഞ്ചായത്ത് ലെവൽ ഗ്രാമപഞ്ചായത്ത് ലെവൽ വാട്ടർ ആൻഡ് സാനിറ്റേഷൻ കമ്മിറ്റി, അതിന് ചെയർമാനായിട്ട് പഞ്ചായത്ത് പ്രസിഡന്റ്, പിന്നെ അങ്ങനെ വലിയ സംവിധാനമാണ് വിഭാവനം ചെയ്തിരുന്നത്. ഒരു പരിധിവരെ പറഞ്ഞാൽ ജലനിധിയുടെ ഒരു മാതൃകയിൽ അല്ലെങ്കിൽ സുജൽധാരയുടെ മാതൃകയിലാണ് ഇത് വിഭാവനം ചെയ്തിരുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ അങ്ങനെയൊന്നുമല്ല നമ്മളിവിടെ ചെയ്യുന്നത്. കാരണം ഇത് വാട്ടർ അതോറിറ്റി നേരിട്ട് വെള്ളം കൊടുക്കുന്നു, അവർ നേരിട്ട് കണക്ഷൻ കൊടുത്ത് പൈസ മേങ്ങുന്നു. പല പഞ്ചായത്തുകളിലും പല രൂപത്തിൽ യാതൊരു ഏകോപിത രൂപവും ഇല്ലാതെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഇങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും തദ്ദേശ സ്വയംഭരണ വകുപ്പും ജലവിഭവ വകുപ്പും തമ്മിലൊന്നും യാതൊരു കോർഡിനേഷനും ഇല്ലാതെ പൈസ പിരിക്കുന്ന പഞ്ചായത്തുകളുണ്ട്, പൈസ പിരിക്കാത്ത പഞ്ചായത്തുകളുണ്ട്, മൂലധന ക്യാപിറ്റൽ കോസ്റ്റിന്റെ ആദ്യത്തെ 10% എടുക്കുന്ന പഞ്ചായത്തുകളുണ്ട്, എടുക്കാത്ത പഞ്ചായത്തുകളുണ്ട്, ഗുണഭോക്തൃ സമിതി ഉണ്ടാക്കിയ പഞ്ചായത്തുകളുണ്ട്, ഗുണഭോക്തൃ സമിതി ഉണ്ടാക്കാത്ത ബെനിഫിഷ്യറി കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ BG കമ്മിറ്റി ഉണ്ടാക്കിയ കമ്മിറ്റിയിലുണ്ട്, ഉണ്ടാക്കാത്ത പഞ്ചായത്തുകളുണ്ട്. അങ്ങനെ വളരെ ജഗപൊകയാണ് ഈ പദ്ധതി. അതുപോലെ O&M നടത്തേണ്ടത് ആരാണ്? ദൈനംദിന കാര്യങ്ങൾ നോക്കേണ്ടതും O&M നടത്തേണ്ടതും കമ്മിറ്റിയാണ്. ഈ ഓരോ പ്രദേശത്തെയും ഓരോ 50 25 വീടുകൾ ചേരുന്ന പ്രദേശത്തേക്കുള്ള ചെറിയ കുടിവെള്ള പദ്ധതികൾ രൂപീകരിക്കുകയും അവരുടെ ഒരു കമ്മിറ്റി ഉണ്ടാക്കുകയും ആ കമ്മിറ്റിയുടെ ഒരു ഫെഡറേഷൻ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ഉണ്ടാക്കുകയും അവരതാണ് ഇതിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളൊക്കെ നടത്തേണ്ടത്. പക്ഷേ അങ്ങനെ ഒന്നും അല്ല ഇവിടെ നടന്നത്. അതുകൊണ്ടും കൂടിയാണ് ഈ വലിയ സാമ്പത്തിക ബാധ്യത വന്നത്. എന്തായാലും 4,874 കോടി രൂപ ഇനി നമുക്ക് കരാറുകാർക്ക് കൊടുക്കാനുണ്ട്. വർഗീസ് കണ്ണമ്പള്ളി എന്ന് പറയുന്ന കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ജൂൺ 30 മുമ്പ് നിലവിലുള്ള കുടിശ്ശിക തീർക്കുകയും ബാക്കി പണം സംബന്ധിച്ച് വ്യക്തത വരുത്തുകയും ചെയ്തില്ലെങ്കിൽ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് കരാറുകാർ കോടതിയെ സമീപിക്കുമെന്നാണ് വർഗീസ് കണ്ണമ്പള്ളി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ പ്രസ്താവന വന്നു കഴിഞ്ഞു. പിന്നെ പണി പൂർത്തിയാക്കാൻ ഇനി വേണ്ടത് 16,425 കോടി രൂപയാണ്. അതേസമയം കേന്ദ്രം 16,848.47 കോടി രൂപ തരാനുമുണ്ടെന്ന് ഒരു കണക്ക് വരുന്നു. പക്ഷെ കേന്ദ്ര ഗവൺമെന്റിന്റെ അനൗദ്യോഗികമായിട്ടുള്ള വിവരങ്ങൾ അനുസരിച്ച് പറയുന്നത് ഞങ്ങൾ ജലജീവ മിഷന് പണമൊന്നും കൊടുക്കാനില്ല, കൃത്യമായി ഞങ്ങൾ കൊടുത്തിരിക്കുകയാണെന്നുള്ള നിലയിലാണ് അവരുടെ നിഗമനങ്ങളും അല്ലെങ്കിൽ അവരുടെ നിരീക്ഷണങ്ങളും വരുന്നത്. എന്തായാലും ഒരു കാര്യം വളരെ പ്രധാനമാണ്. ഈ പദ്ധതിക്കായിട്ട് സംസ്ഥാന സർക്കാരിന് ഇതുവരെ പദ്ധതിക്കായി നൽകിയത് കേന്ദ്ര സർക്കാർ 5,508.92 കോടി രൂപയും സംസ്ഥാന സർക്കാർ 5,951.89 കോടി രൂപയുമാണ് ഇതുവരെ പദ്ധതിക്കായി നൽകിയത്. ഇനി ഇതിൽ തന്നെ കരാറുകാർക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ 4,874 കോടി രൂപ കരാറുകാർക്ക് കൊടുക്കാനുണ്ട്. അവർക്ക് കൃത്യമായി കൊടുത്തില്ല എങ്കിൽ അവർ ചെയ്യില്ല. ഇതിനിടയിൽ വാട്ടർ അതോറിറ്റിയുടെ കയ്യിലും പണമില്ല, സർക്കാരിന്റെ കയ്യിലും പണമില്ലാത്തത് കൊണ്ട് കേരള വാട്ടർ അതോറിറ്റി 9.12% പലിശയ്ക്ക് നബാർഡിൽ നിന്നോ ഹഡ്കോയിൽ നിന്നോ 20 വർഷത്തേക്ക് വായ്പ എടുക്കാം എന്ന് പറയുന്ന ഒരു പ്രപ്പോസലും വന്നിട്ടുണ്ട്. പക്ഷേ തത്വത്തിൽ അത് സർക്കാർ അംഗീകരിച്ചിട്ടില്ല. അതെടുക്കുന്നതിനെക്കുറിച്ചും സംസ്ഥാനം പറയുന്നുണ്ട്. പക്ഷേ ഇതിനും കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റുകളുടെയൊക്കെ അനുവാദം വാട്ടർ അതോറിറ്റിക്ക് വേണം. നേരത്തെ തന്നെ പണം എടുത്ത് വാട്ടർ അതോറിറ്റി മുച്ചൂട് നിൽക്കുന്ന കാര്യമാണുള്ളത്. മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വാട്ടർ അതോറിറ്റിക്കാരും ആലോചിക്കേണ്ടത്, ഇത്രയും പദ്ധതികൾ 70 ലക്ഷം കുടുംബങ്ങൾക്കാണ് മൊത്തത്തിൽ ഇവിടെ കണക്ഷൻ കൊടുക്കേണ്ടത്. ഒരു 10-30% ആളുകൾക്കാണ് ഇതുവരെ നമുക്ക് കണക്ഷൻ കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിൽ 2028 ദീർഘിപ്പിച്ചിട്ടുള്ളപ്പോൾ 2028 ആകുമ്പോൾ എന്തായാലും
70.69 ലക്ഷം ഗാർഹിക കണക്ഷൻ വരും. പിന്നെ കുറച്ച് കൂടുതലും വരും. അതിലൊരു 16 ലക്ഷം വീടുകളിലാണ് 23% മാത്രമാണ് ഇപ്പോൾ കുടിവെള്ള കണക്ഷനുകൾ നേരത്തെ ഉണ്ടായിരുന്നത്. 21 ആരംഭിച്ചപ്പോൾ പ്രകാരം ശേഷിക്കുന്ന 54 ലക്ഷം വീട് കുടിവെള്ള കണക്ഷൻ നൽകണം. ഏകദേശം ഒരു 10 ലക്ഷം 10.07 ലക്ഷം വീടുകൾക്ക് കണക്ഷൻ നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇനിയും നല്ലൊരു ശതമാനം ആളുകൾക്ക് കുടിവെള്ളം നൽകുവാനുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു വലിയ ബാധ്യതയായി മാറുന്ന പദ്ധതിയായി നിൽക്കുന്നു. എന്തായാലും കരാറുകാർ കൂടി പിണങ്ങിയാൽ തീർച്ചയായിട്ടും അവർ കോടതിയിലൊക്കെ പോയി പിണങ്ങിയാൽ പണം കൊടുക്കാൻ സർക്കാരിന്റെ കയ്യിൽ പണമില്ലാത്ത സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അടിയന്തരമായി ഇതിനെ സംബന്ധിച്ച് നയപരമായ തീരുമാനമെടുത്ത് ഇത് കേന്ദ്ര സംസ്ഥാന പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾ ചേർന്ന് നടത്തുന്ന ഒരു സംയുക്ത പദ്ധതിയാണ്. 40-40-20 പിന്നെ 20-10 എന്നുള്ള കൺസെപ്റ്റിൽ പോകുന്ന ഒരു പദ്ധതിയാണ്. അത് 50-50 എന്നുള്ള കൺസെപ്റ്റിൽ അവസാനം മാറിയിട്ടുണ്ട്. പല രൂപത്തിലാണ് ഇതിന്റെ ചട്ടങ്ങളും നിയമങ്ങളും കാലാകാലങ്ങളിൽ മാറിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ വിശദാംശങ്ങൾ ഞാനിവിടെ ചർച്ച ചെയ്യുന്നില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ജലജീവൻ മിഷൻ പദ്ധതി കേന്ദ്ര സർക്കാർ വിഭാവനം ചെയ്തതുപോലെ അല്ല സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നത്. അതിന്റെ സാമ്പത്തിക ബാധ്യതകളും വളരെ വലുതാണ്. തീർച്ചയായിട്ടും മാൻ പവറിന്റെ രൂപത്തിലും സമ്പത്തിന്റെ രൂപത്തിലും മെയിൻ്റനൻസിന് O&M നടത്താനുള്ള പണത്തിന്റെ കണ്ടെത്തലിന്റെ രൂപത്തിലും വലിയ പ്രതിസന്ധിയിലേക്കാണ് ഈ പദ്ധതി കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് കൂനിന്മേൽ കുരുപോലെ നമ്മുടെ കോൺട്രാക്ടർമാരുടെ സമരവും കൂടി വരാൻ പോകുന്നത്. എന്തായാലും വിഷയം പാവപ്പെട്ടവന്റെ കുടിവെള്ളമാണ്. സ്വതന്ത്ര ഭാരതത്തിൽ കുടിവെള്ളം കൊടുക്കുന്ന മേഖലയിലെങ്കിലും വിവാദങ്ങൾ ഒഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.